ചേട്ടാ, ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പില് BJP ഉറ്റുനോക്കുമ്പോൾ എല്ലാവരും ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മുൻ അധ്യക്ഷൻ, സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ എവിടെയായിരിക്കും മത്സരിക്കുക? അദ്ദേഹത്തിന്റെ നയങ്ങൾ എന്തൊക്കെയായിരിക്കും? അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയാൻ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയാണ്. എങ്ങനെയാണ് ചേട്ടൻ ഈ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത്? K. സുരേന്ദ്രൻ എവിടെ മത്സരിക്കുമെന്ന കാര്യത്തില് ഇപ്പൊ ചില സൂചനകൾ മാത്രമാണ് പുറത്തു വരുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ശോഭാ സുരേന്ദ്രന്റെ കാര്യം. സമാനമായ നിലയിൽ തന്നെയാണ് K. സുരേന്ദ്രന്റെ കാര്യവും വേണ്ടി പറയാൻ തോന്നുന്നു. അതായത് ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചു കഴിഞ്ഞാലും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ സമാനമായി തന്നെ K. സുരേന്ദ്രനും ഈ തെരഞ്ഞെടുപ്പിൽ എവിടെ മത്സരിച്ചാലും വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ കാലമായിട്ട് ഈ പറയുന്ന K. സുരേന്ദ്രനൊക്കെ കാണുന്നതാണ്. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പരിചയപ്പെടുന്നത് യുവമോർച്ച കാലത്താണ്. യുവമോർച്ച ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഞാൻ പരിചയപ്പെടുന്നത്. ആ സമയം മുതൽ ഇങ്ങോട്ട് K. സുരേന്ദ്രൻ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ ചുമതലകൾ ഏറ്റെടുത്തിട്ടുണ്ടോ ആ ചുമതലകളെല്ലാം ഏറ്റവും ഭംഗിയായി ഏറ്റവും ഗംഭീരമായി തന്നെ അത് അത് പൂർത്തീകരിക്കുക, ഫുൾഫിൽ ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ അദ്ദേഹത്തിന് ഒരു ചുമതല കൊടുക്കുന്ന സമയത്ത് ചുമതല എന്ന നിലയിൽ ഒരു തന്റെ ഉത്തരവാദിത്വം എന്ന നിലയിലാണ് സുരേന്ദ്രൻ ആ വിഷയത്തെ നോക്കിക്കാണുക. അതിപ്പം മഞ്ചേശ്വരത്ത് മത്സരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിനകത്ത് ഏറ്റവും വലിയൊരു ചലനാത്മകമായിട്ടുള്ള ഒരു ഇലക്ഷൻ കണ്ടിട്ടുള്ളത്. മഞ്ചേശ്വരത്ത് 86 വോട്ടിന്റെ ഒരു നേരിയ വ്യത്യാസത്തിൽ മാത്രമാണ് അന്ന് മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ പരാജയപ്പെടുന്നത്. സത്യത്തിൽ സത്യത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ K. സുരേന്ദ്രൻ ജയിക്കേണ്ടതാണ്. പക്ഷെ അവിടെ ഭീകരമായിട്ട് മുസ്ലിം ലീഗ് കള്ളവോട്ട് ചെയ്തതിനെ തുടർന്നാണ് അവിടെ സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയത്. പലപ്പോഴും അതിനുശേഷം തെരഞ്ഞെടുപ്പ് കേസ് കൊടുത്ത ഘട്ടത്തിൽ ഹൈക്കോടതിയിലൊക്കെ പല അഡ്രസ്സും കൃത്യമായി ഈ പേരിൽ വന്ന് കള്ളവോട്ട് ചെയ്തു എന്നുള്ള അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് ആ അഡ്രസ്സിനെ തുടർന്ന് ഹൈക്കോടതി അവർക്ക് നോട്ടീസ് അയച്ച് ആമീൻ മുഖാന്തരം അവരുടെ വീട്ടിലേക്ക് നോട്ടീസ് പതിപ്പിക്കാൻ ചെല്ലും. അങ്ങനെ നോട്ടീസ് പതിപ്പിക്കാൻ ചെല്ലുന്ന സമയത്ത് ഭൂരിഭാഗം പേരും ഈ കള്ളവോട്ട് ചെയ്തിട്ടുള്ളവര് വിദേശത്താണ്. അപ്പൊ ഒന്നാമത് ആമീനിന് അവരുടെ യാത്രാ ചെലവ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ്, ഈ പരാതിക്കാരൻ തന്നെ കൊടുത്തുകൊണ്ടാണ്, ഹർജിക്കാരൻ തന്നെ കൊടുത്തുകൊണ്ടാണ് ആമീന് വിടുന്നത്. അതിന്റെ പുറത്ത് ആമീനെ വിദേശത്തേക്ക് വിടാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വിടുവാണെങ്കിൽ എത്ര പേരെ വിടണം? ചുരുങ്ങിയത് 1000 വോട്ടെങ്കിലും കള്ളവോട്ട് അവിടെ നടന്നു എന്ന രീതിയിലേക്ക് BJP വന്ന് K. സുരേന്ദ്രന്റെ ഒരു മിഷണറി തന്നെ അവർ കണ്ടെത്തിയിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ K. സുരേന്ദ്രൻ വന്ന് മിനിമം ഒരു 500 വോട്ടിനെങ്കിലും ജയിക്കേണ്ട ആ നിലയുണ്ടായിരുന്നു. അങ്ങനെയാണ് 89 വോട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ മാർജിനിൽ പരാജയപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ K. സുരേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാളിയാണ്. പോരാളി ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഒരു കാരണമുണ്ട്. പണ്ട് നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത് ബഡാ ഫൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പൊ ഞാൻ പോരാളി എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയും പ്രത്യേകിച്ച് ഒരു ഗോഡ് ഫാദർ ഒന്നും തന്നെ ഇല്ലാതെ ഓരോ ഘട്ടമായിട്ടുള്ള വളർച്ചയാണ് K. സുരേന്ദ്രൻ ഉള്ളത്. K. സുരേന്ദ്രൻ കോഴിക്കോട് വന്നു, പഠനാവശ്യവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലേക്ക് പോവുകയും ആ വയനാട്ടിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ പഠനം അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ വനവാസി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് K. സുരേന്ദ്രൻ. വനവാസി മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം കാലം അവിടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് KG മാരാറും അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള BJP നേതാക്കളാണ് ഇദ്ദേഹത്തെ കണ്ടെത്തി, മൂന്നേട്ടം പോലെയുള്ള ആളുകൾ കണ്ടെത്തിയിട്ട് അദ്ദേഹം കൂടെ നിർത്തിക്കൊണ്ട് ഈ പറയുന്ന മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. ഈ വയനാട്ടിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഘട്ടത്തില് അവിടുത്തെ ഓരോ ഊരുകളിലും ചെന്ന് ഓരോ വീട്ടിലും ചെന്ന് അവിടെ ഓരോരുത്തരുടെ പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന അത്ര കപ്പാസിറ്റി ഉള്ള ഒരു പൊളിറ്റിക്കലി വേറെ ഇല്ലായിരുന്നു. മാത്രമല്ല, വയനാട്ടിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധിയാണ് എതിരെ നിൽക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഒരു ദേശീയ നേതാവിന് എതിരായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് പേര് ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടും അദ്ദേഹത്തെ തളർത്തിക്കൊണ്ടും പ്രിയങ്ക ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി എതിരെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പേര് വിമർശിച്ചുകൊണ്ടൊക്കെയാണ് രംഗത്തെത്തിയത്. പക്ഷെ അതൊക്കെ ഒരു ലാഘവത്തോടെ തള്ളിക്കളഞ്ഞുകൊണ്ട് വളരെ ഊർജ്ജസ്വലനായിട്ട് തന്നെയാണ് അദ്ദേഹം അവിടെ പ്രചരണത്തിനെത്തിയത്. പ്രിയങ്ക ഗാന്ധി 1-2 തവണ വന്നു പോയി ഒന്ന് മുഖം കാണിച്ചു പോയ സമയത്ത് ഇദ്ദേഹം അവിടെ അതെ വളരെ നല്ലൊരു പ്രവർത്തനം. അതെ ഞാൻ നേരിട്ട് കണ്ടതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊക്കെ. അത്രത്തോളം വോട്ട് ശതമാനം ഉയർത്താനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതെ അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഈ സുരേന്ദ്രന്റെ ഒരു പ്രവർത്തന രീതി തന്നെയാണ് വ്യത്യസ്തമാക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടത്തിലോ അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക അസൈൻമെന്റ് കൊടുക്കുന്ന ഘട്ടത്തിൽ മാത്രം അവിടെ പോയി പ്രവർത്തിക്കുക എന്നുള്ള രീതിയുടെ അപ്പുറത്തായിട്ട് കൃത്യമായി അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് അവിടെ ഒരു സക്സസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു തരം സ്റ്റൈലാണ് സുരേന്ദ്രൻ. ഞാൻ പറഞ്ഞത് ഈ വനവാസി മേഖലയിൽ അത്രത്തോളം ആളുകളെ പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ഒരു നേതാവ് അന്ന് BJP-യിലോ അല്ലെങ്കിൽ കോൺഗ്രസിലോ അല്ലെങ്കിൽ CPM ആണല്ലോ ഏറ്റവും കൂടുതൽ ഈ മേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് അവകാശപ്പെടുന്നു. അവർക്ക് പോലും പറ്റുന്നില്ലായിരുന്നു.
അവിടുത്തെ എല്ലാ ഊരുകളിലും അതേപോലെ തന്നെ ഇടപെടാൻ വേണ്ടി കഴിയുന്ന അത്ര കപ്പാസിറ്റി ഉള്ള നേതാവായിട്ട് അദ്ദേഹം മാറുകയാണ്. ഈ ലാസ്റ്റ് തെരഞ്ഞെടുപ്പിനകത്ത് പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഞാനും സുരേന്ദ്രനൊപ്പം കുറച്ച് ദിവസങ്ങളിൽ അവിടെ ഈ മാധ്യമപ്രവർത്തന ഭാഗമായി ഞങ്ങൾ പോയി. അപ്പൊ അദ്ദേഹം ഓരോ ഊരുകളിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് മിക്കവാറും ആളുകളെ പരിചയമുണ്ട്, ചെറുപ്പക്കാരെയല്ല മുതിർന്ന ആളുകളെ പരിചയമുണ്ട്. അദ്ദേഹത്തിന് ചില ആളുകളെയൊക്കെ പേരെടുത്ത് വിളിക്കാൻ പോലുള്ള പരിചയമുണ്ട്. അല്ലെങ്കിൽ അന്ന് ഇവിടെയെല്ലാം വന്ന ഘട്ടത്തിൽ അങ്ങനെയായിരുന്നു, അന്ന് ഇങ്ങനെയായിരുന്നു, ഈ മേഖലയെല്ലാം തന്നെ ഇങ്ങനെയായിരുന്നു. അദ്ദേഹം ഞങ്ങളൊരു വനവാസി ഊരിൽ നടന്നു പോവുകയാണ്. അപ്പൊ ഒരു കുത്തനെയുള്ള ഇറക്കമൊക്കെ ഇറങ്ങി കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. അപ്പൊ ആ റോഡിലൂടെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒന്ന് സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട്. ഇവിടെ ഒന്നും നമ്മൾ നടന്നു പോലും വരാൻ പറ്റാത്ത അത്രയും ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു. അത് ഈ രീതിയിലേക്ക് മാറി. അന്ന് അങ്ങനെയുള്ള പ്രദേശത്തൂടെയാണ് നമ്മൾ നടന്നത്. അതായത് ഒരു പ്രദേശത്ത് നിന്ന് അടുത്ത പ്രദേശത്തേക്ക് പോകണമെങ്കിൽ അന്ന് മൊബൈൽ ഫോൺ ഇല്ല, മറ്റു സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. വല്ലപ്പോഴും പല സ്ഥലത്തും ലാൻഡ് ഫോണുകൾ മാത്രമുള്ളൂ. ഓരോ ഊരുകളിൽ നിന്ന് അവിടെ നിന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള മിക്കവാറും ഇന്നത്തെ പോലെ സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട് അവിടെ വെളിച്ചമുണ്ടാവില്ല, വെട്ടമുണ്ടാവില്ല, ബസ് ഉണ്ടാവില്ല, ജീപ്പുകളോ മറ്റു കാര്യങ്ങളോ ഉള്ളൂ, ടൂ വീലേഴ്സോ ഒന്നുമില്ല. അങ്ങനെയുള്ള സമയത്ത് ഓരോ പ്രദേശത്തും താമസിച്ച് അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ ആളുകളിലെ ഇടപെട്ട് മുന്നോട്ട് പോകുന്ന രീതിയായിരുന്നു കെ സുരേന്ദ്രൻ. അതുകൊണ്ടാണ് അവിടുത്തെ സാധാരണ ആളുകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് അടുത്തു നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു നേതാവായി കെ സുരേന്ദ്രൻ മാറിയത്. സുരേന്ദ്രൻ പിന്നീട് മഞ്ചേശ്വരത്ത് മത്സരിക്കുകയും അല്ലെങ്കിൽ പിന്നെ കോന്നിയിൽ മത്സരിക്കുന്ന ഘട്ടം, അറാദിയിൽ മത്സരിക്കുന്ന ഘട്ടമുണ്ടായ, കോന്നിയിൽ മത്സരിക്കുന്ന ഘട്ടമുണ്ടായാണെങ്കിലും ഈ ഘട്ടങ്ങളിലൊക്കെ അവിടെ വലിയ രീതിയിലുള്ള വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ശബരിമല സമയമാണ് വളരെ പ്രധാനപ്പെട്ട സമയം എന്ന് പറയാൻ പറ്റും. ഞാൻ ഈ ശബരിമല സമരത്തിന്റെ പൂർണ്ണമായും തന്നെ അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വത്സൻ തില്ലങ്കേരിയും കെ സുരേന്ദ്രനും അവർ രണ്ടുപേരുമായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഹീറോസ് എന്ന് പറയാൻ വേണ്ടിയിട്ട്, അയ്യപ്പന്റെ പോരാളികളായിട്ട്. ഒരിക്കലും ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. അതായത് ഈ വിരിവെച്ചിരിക്കുന്ന സ്ഥലമുണ്ട്, വലിയ നടപ്പന്തലില് സ്വാഭാവികമായിട്ടും സ്വാമിമാരെല്ലാം കിടക്കുന്ന സ്ഥലത്ത് സാധാരണ തുണി വിരിച്ച് ആ തുണിയിലാണ്, അല്ലെ ബെഡ്ഷീറ്റ് അല്ല, ബെഡ്ഷീറ്റൊന്നും ഇല്ല, നമ്മൾ കൊണ്ടുപോകുന്ന മുണ്ടില്ലേ ഈ കാവ്യമുണ്ടൊക്കെ, ആ കാവ്യമുണ്ടൊക്കെ വിരിച്ച് ആ മുണ്ടിന്റെ മുകളിൽ എന്താ പറയാ കിടക്കുകയാണ്, കൈയൊക്കെ വെച്ച് നിലത്ത് കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സാഹചര്യത്തില് പോലീസുകാരല്ല ഇവിടുന്ന് ആൾക്കാരെല്ലാം ഒഴിപ്പിച്ച് അവർക്ക് ആ സ്ഥലം ക്ലിയർ ചെയ്യണം. സ്ഥലം ക്ലിയർ ചെയ്ത്, അതായത് ഏതെങ്കിലും വനിതകളെ കൊണ്ടുവന്നാൽ, യുവതികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സ്വാമി അവർ അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസ സംരക്ഷകർ അവിടെ അടുത്തു കൂടരുത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ പെട്ടെന്ന് ചെയ്ത ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർഫോഴ്സിന്റെ സംവിധാനം അവിടെയുണ്ട്. ഈ 18 പടിയും ഈ വലിയ നടപ്പന്തലും ഇതൊക്കെ ഇടയ്ക്ക് കഴുകി വൃത്തിയാക്കാനുണ്ട്. അപ്പം അവിടെ അങ്ങനെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി തുടങ്ങിയതേ ഉള്ളൂ. ചിത്രയാട്ട വിശേഷത്തിനാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ തുടങ്ങിയേ ഉള്ളൂ ആ ദിവസങ്ങൾ, കുറച്ച് 2-3 ദിവസമുള്ളൂ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പെട്ടെന്ന് ഫയർഫോഴ്സ് വന്നിട്ട് വെള്ളം അടിക്കണം. ഒരു സൈഡ് മുതലും വെള്ളം അടിച്ചിട്ട് ഈ വലിയ നടപ്പന്തലിൽ കടക്കുന്ന സ്വാമിമാരും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള സ്വാമിമാരെ മൊത്തം എഴുന്നേപ്പിച്ചു വിടാണ് പോലീസ്. എന്നിട്ട് വെള്ളം അടിച്ചിട്ടാണ്. വെള്ളം അടിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ, ഇവിടെ പിന്നെ വിരി വെക്കാൻ പറ്റില്ല, ഇവിടെ കിടക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് ശരിക്കും പറഞ്ഞാൽ കെ സുരേന്ദ്രനൊക്കെ ആരാണെന്നുള്ളത് ശരിക്കും കാണിച്ചു കൊടുത്ത അയ്യപ്പന്റെ ഒരു വീര്യം, അല്ലെ അയ്യപ്പന്റെ ഒരു പോരാട്ട വീര്യം അദ്ദേഹത്തിലേക്ക് പെട്ടെന്ന് സന്നിവേശിപ്പിച്ച പോലെ എനിക്ക് തോന്നപ്പെട്ടത്. അതിൽ പോയിട്ട് തടയുകയാണ്. ആ സംഭവം തടഞ്ഞ് നിമിഷ നേരം കൊണ്ട് അവിടുത്തെ ഉന്നത അധികാരികളെല്ലാം ബന്ധപ്പെട്ട് ആ സംഭവം അവിടെ വെള്ളം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കടുത്ത പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഈ സുരേന്ദ്രനും കാര്യങ്ങൾ അവിടെയുള്ളവരൊക്കെ ബോധ്യപ്പെടുത്തുകയാണ്. മാത്രമല്ല ഇത് കഴിഞ്ഞ് അദ്ദേഹത്തെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു ഘട്ടം ഓർമ്മയുണ്ടാവും. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഇരുമുടിക്കെട്ട് അടക്കം തന്നെ നിലത്തേക്ക് ഇട്ടുകൊണ്ട് ഇവര് തള്ളി ഇട്ടുകൊണ്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ഒരു വനത്തിന്റെ ഉള്ളിലുള്ള ഒരു പോലീസ് സ്റ്റേഷൻ, എനിക്കൊന്ന് ചിറ്റാറോ മറ്റേതോ അങ്ങനെ എന്തോ ഒരു സ്ഥലം സ്ഥലം ഞാൻ ഓർക്കുന്നില്ല. ആ പോലീസ് സ്റ്റേഷന്റെ ഉള്ളില് അദ്ദേഹത്തെ ഇരുത്തുന്ന ഘട്ടത്തില് രാത്രി 12 മണി, 1 മണി, 2 മണി, 3 മണി സമയമായിട്ട് പോലും അദ്ദേഹം ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് 100 കണക്കിന് അമ്മമാര്, ചെറുപ്രായക്കാരല്ല, യുവാക്കളല്ല, അമ്മമാര് 50-60 വയസ്സുള്ള അമ്മമാര് പുറത്തിരുന്ന് സുരേന്ദ്രൻ വരുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും, നിങ്ങൾ ഇനി ജലപീരങ്കി പ്രയോഗിച്ചാലും ലാത്തിച്ചാർജ് നടത്തിയാലും നിങ്ങൾ എന്ത് പുണ്ണാക്കുണ്ടാക്കിയാലും ശരി സുരേന്ദ്രനെ വിട്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുമെന്ന് ശപഥം ചെയ്ത് അയ്യപ്പന്റെ നാമത്തിൽ ശപഥം ചെയ്ത് അവിടെ അമ്മമാരിയ്ക്കുകയാണ്. ആ റോഡില്, ആ വനത്തിന് നടുക്ക്. അവിടെ വെളിച്ചമുണ്ടോ? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വണ്ടി, ആ വാഹനങ്ങൾ, അല്ലെങ്കിൽ ചാനൽ ക്യാമറകൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലാഷ് ലൈറ്റ് ഉണ്ടാവില്ല, നമ്മൾ കൊടുക്കുന്ന വീഡിയോ ലൈറ്റ്, അങ്ങനെയുള്ള ലൈറ്റുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ആ കൊടും വനത്തിന്റെ സൈഡിൽ അവിടെ ഇരിക്കുകയാണ്. അപ്പം സുരേന്ദ്രൻ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അയ്യപ്പന്റെ പോരാളിയായിട്ടാണ് അവരെയൊക്കെ മനസ്സിൽ പ്രതീക്ഷിക്കപ്പെട്ടത്. അത്തരത്തിലുണ്ടായ ഒരു ഇമ്പാക്ട്,
ആ ഇമ്പാക്ട് ആണ്. പിന്നെ അതിനുശേഷം നമുക്ക് നോക്കാം, ലാസ്റ്റ് നടന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നേതാവാണ്. മാത്രമല്ല കേരളത്തിൽ BJPക്ക് മിക്കവാറും ജില്ലകളിലെല്ലാം വാടക കെട്ടിടത്തിലായിരുന്നു BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നത്. BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ മാത്രമല്ല, സംസ്ഥാന കാര്യാലയം ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വൃത്തിയായി ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു നേട്ടമായിട്ട്. മാത്രമല്ല അദ്ദേഹമാണ് ഈ ബൂത്ത് തലത്തിലുള്ള കമ്മിറ്റികളെ കുറച്ചും കൂടെ ശക്തി ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞതും. അതേപോലെ തന്നെ നിലവിലുള്ള നിയോജക മണ്ഡലം കമ്മിറ്റികളെ വീണ്ടും രണ്ടായി തിരിച്ചുകൊണ്ട് കമ്മിറ്റികൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റികളെ ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് വീണ്ടും വിഭജിച്ചുകൊണ്ട് പ്രവർത്തനത്തിന് കൂടുതൽ നേതാക്കളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി BJP സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ പോലെ അല്ലെങ്കിൽ CPM പോലെ ഒരുപാട് നേതാക്കളുള്ള പാർട്ടി അല്ല, അത് അംഗീകരിച്ചു പറ്റും. അപ്പൊ കൂടുതൽ നേതാക്കൾ ഉണ്ടാകണമെങ്കിൽ കൂടുതൽ കമ്മിറ്റികൾ ഉണ്ടാകണം, കൂടുതൽ പ്രസിഡന്റുമാരുണ്ടാവും, സെക്രട്ടറിമാരുണ്ടാവണം, ജനറൽ സെക്രട്ടറിമാരുണ്ടാവണം, മറ്റ് സംഘടനകളിൽ അത്തരത്തിലുള്ള പോഷക സംഘടനകളുടെ ഭാഗമായിട്ടുള്ള സംഘടനകളിലെല്ലാം നേതൃത്വം ഉണ്ടാകണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്ത ഒരു 2031 തെരഞ്ഞെടുപ്പിലേക്കൊക്കെ മത്സരിക്കുന്ന ഘട്ടത്തിൽ ഒരുപാട് യുവാക്കൾ BJPയിൽ ഉണ്ടാക്കാൻ വേണ്ടി, ഒരുപാട് നേതാക്കൾ BJPയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായി അദ്ദേഹം കൊടുത്തിട്ടുള്ള പ്രപ്പോസൽ കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ആ തരത്തിലുള്ള ഒരു നേതൃത്വത്തെ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളതിൽ വളരെ നിർണായകമായിട്ട് പങ്കുവച്ചിട്ടുള്ള വ്യക്തിയാണ് കെ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് വട്ടിയൂർക്കാവിൽ സുരേന്ദ്രന്റെ പേര് ഉണ്ട് എന്നൊക്കെ ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ വട്ടിയൂർക്കാവിൽ സുരേന്ദ്രന്റെ പേര് ഉണ്ടെങ്കിൽ വട്ടിയൂർക്കാവിൽ വലിയ തരത്തിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിലെല്ലാം കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. വട്ടിയൂർക്കാവിൽ അവിടെ BJPയുടെ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ അവിടെ വിജയത്തിന് കുറഞ്ഞൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല ഈ വട്ടിയൂർക്കാവിന്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ നിലവിൽ തന്നെ ഈ 38,228 വോട്ട് അവിടെയുണ്ട്. അവിടെ ഒരു 5000 വോട്ടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ വിജയത്തിലേക്ക് എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം മറ്റു പാർട്ടികളും വോട്ടുകൾ പിടിക്കുമല്ലോ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 5000 6000 പോട്ടെ 7000 8000 വോട്ടുകളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ വേണ്ടി കഴിയുന്ന മണ്ഡലമാണ്. അപ്പം ഈ തിരുവനന്തപുരത്തെ മറ്റു മണ്ഡലങ്ങളുടെ നിയമം, കാട്ടാക്കട, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് അവിടെ എല്ലാം തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ ആ ഓളത്തിൽ തന്നെ എന്തായാലും വട്ടിയൂർക്കാവിലും ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തിട്ടുള്ള ആ ഒരു അടിസ്ഥാന സാഹചര്യം ഇപ്പോൾ ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ അന്ന് നരേന്ദ്രമോദി കേരളത്തിന്റെ ബഡാ ഫൈറ്റർ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള കെ സുരേന്ദ്രൻ ഈ 2026 മെയ് മാസം കേരള നിയമസഭയിലേക്ക് ഒരു MLA ആയി വരിക എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ തർക്കങ്ങളൊന്നുമില്ല.